ഹലോ ഹായ് നമസ്കാരം. നമുക്ക് ഈ വീഡിയോനെ ഒരു ഇൻട്രാക്റ്റീവ് വീഡിയോ ആക്കി മാറ്റാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ അങ്ങോട്ട് പറയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ ഡയലോഗുകൾ ഇങ്ങോട്ട് കമൻറ്റ് ബോക്സിലൂടെ കേൾക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 2024 റിലീസായിട്ടുള്ള മലയാള സിനിമകളിൽ പലതരം ഡയലോഗുകൾ വന്നിട്ടുണ്ടല്ലോ. അതിൽ പലതും ഹിറ്റായി മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഹിറ്റ് ഡയലോഗുകൾ ഏതൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഞാൻ ഈ പറയുന്ന ഡയലോഗുകളിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഡയലോഗ് ഏതാണോ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്കൊരു വോട്ടിംഗ് ഒക്കെ പോലെ അങ്ങനെ മുന്നോട്ട് പോകാം. പലരും പറയാറുണ്ട് ഈ സിനിമ പ്രേക്ഷകനെ സ്വാധീനിക്കില്ല എന്ന്. പക്ഷേ അതിനെ വളരെയധികം എതിർക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് സിനിമയിൽ നമ്മൾ കേൾക്കുന്ന ഓരോ ഡയലോഗും ഒരൊറ്റ തവണ തിയേറ്ററിൽ കേട്ട് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അത് നമ്മുടെ സംസാര ഭാഷയുടെ ഭാഗമാകുന്നു എന്നുള്ളതാണ്. സലിംകുമാറും കൊച്ചിൻ ഹനീഫയും ഹരിശ്രീ അശോകനും മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ പറഞ്ഞിട്ടുള്ള എത്രയോ ഡയലോഗുകൾ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ നമ്മുടെ തലച്ചോറിനകത്ത്, അതായത് നമ്മുടെ സംസാര ഭാഷ എന്ന് പറയുന്നത് അത് ഫിക്സ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെയും നമ്മൾ പഠിക്കുന്നത് വെച്ചിട്ടാണ്. അതിനെ വരെ സ്വാധീനിക്കാൻ സിനിമയ്ക്ക് പറ്റുന്നുണ്ട്. അങ്ങനെ 2024 പുറത്തിറങ്ങിയ സിനിമകളിൽ വന്ന ഡയലോഗുകളിൽ ഹിറ്റായി മാറിയ ഡയലോഗുകളുടെ കണക്കെടുക്കുമ്പോൾ ആദ്യത്തെ ഹിറ്റ് ഡയലോഗ് സംഭവിക്കുന്നത് ജനുവരി മാസത്തിലാണ്, മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയിലൂടെ. ആ സിനിമയിൽ ലാലേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് അത് സിനിമയിൽ ആവർത്തിക്കപ്പെടുന്നത് കൊണ്ടും അല്ലാതെയുള്ള പ്രൊമോഷണൽ പരിപാടികൾക്കൊക്കെ വന്ന് ഹിറ്റായി മാറിയ ഒരു ഡയലോഗാണ് കൺകണ്ടത് നിജം കാണാതത് പോയി, നീ കണ്ടതെല്ലാം പോയി ഇനി കാണപ്പോവത് നിജം എന്ന് പറയുന്ന ഡയലോഗിൽ ഈ കാണപ്പോവത് നിജം എന്ന് പറയുന്നത് കൺകണ്ടത് നിജം എന്നൊക്കെ പറയുന്ന കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളായിട്ട് ഞാൻ പലയിടങ്ങളിലും കണ്ടു. എനിക്കത് ആളുകളുടെ സംസാര ഭാഷയ്ക്കകത്തേക്ക് കയറിക്കൂടിയ ഒരു ഡയലോഗായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഡയലോഗ് അത് പ്രേമലു എന്ന് പറയുന്ന സിനിമയിൽ വന്നതാണ്. ജസ്റ്റ് കിഡിങ് JK. ഈ ജസ്റ്റ് കിഡിങ് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു സാധനമൊക്കെ തന്നെയാണ്. പക്ഷെ അത് ശ്യാം മോഹൻ സിനിമയിൽ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോഴേ പുള്ളിയുടെ ഒരു സ്റ്റൈലും പിന്നെ ആ ക്യാരക്ടറിൻ്റെ ഒരു സ്വഭാവമൊക്കെ വെച്ചുകൊണ്ടേ സംഭവം ആ സമയത്ത് വളരെ ഹിറ്റായിരുന്നു. ഇതിൻ്റെ JKD എന്ന് പറയുന്ന രീതിയിൽ അതിനെ ഉപയോഗിച്ച്, അതായത് കൂടുതൽ നമ്മളതൊരു ഇംഗ്ലീഷ് കോൺവെർസേഷൻ അല്ലാതെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ. മൂന്നാമത്തെ ഡയലോഗ് അത് മമ്മൂക്ക പറഞ്ഞ ഡയലോഗാണ്. ഭ്രമയുഗം എന്ന സിനിമയിൽ അദ്ദേഹം പറയുന്ന തനിക്ക് പോകാൻ അനുവാദമില്ല എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ്. ഈ ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ ഒക്കെ ഇടയിൽ ഇടയ്ക്ക് മുങ്ങാൻ നോക്കുമ്പോൾ തനിക്ക് പോകാൻ അനുവാദമില്ല എന്ന് പറയുന്ന പോലത്തെ അങ്ങനെയുള്ള ചില കോൺവെർസേഷനിൽ ഒരുപാടൊന്നും ആളുകളുടെ സംസാര ഭാഷയിലേക്ക് കയറിയോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഈ പറയുന്ന ഡയലോഗുകളാണെങ്കിലും നന്ദി മാത്രം ഉള്ളല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആ ഡയലോഗ് പോലെ അത്രയും ഡീപ്പായി പതിയുന്ന ഡയലോഗുകൾ മലയാളത്തിൽ ഈ വർഷം വന്നത് വളരെ കുറവ് തന്നെയാണ്. എങ്കിൽ പോലും നമ്മുടെ സംസാര ഭാഷയിൽ കയറിയിട്ടുള്ള ഈ തനിക്ക് പോകാൻ അനുവാദമില്ല എന്ന് പറയുന്ന ആ ഒരു സാധനം, പിന്നെ ഇടയ്ക്കൊരു രസത്തിനൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളതാണ്. ഇത് ഭ്രമയുഗ, കലിയുഗത്തിൻ്റെ അപഭ്രംശം എന്ന് പറയുന്ന ഡയലോഗും ചിലയിടങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഈ വർഷം റിലീസായ സിനിമകളിൽ ഹിറ്റായി മാറിയിട്ടുള്ള ഡയലോഗുകളിൽ അത് ശരിക്കും ഒരു പാൻ ഇന്ത്യൻ ലെവലിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ഡയലോഗ് സുഭാഷേ കുട്ടേട്ട എന്നുള്ള വിളിയാണ്. മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമയിൽ അതിൽ ലൂസ് അടിക്കട എന്ന് പറയുന്ന ആ ഡയലോഗും ഹിറ്റായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള ഓൾറെഡി ഹിറ്റായി മാറിയ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. അത് വീണ്ടും ആളുകളുടെ സംസാരത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. അതെയും താണ്ടി പുനിതമാനത് എന്ന് പറയുന്ന ഒരു പ്രയോഗം ഓൾറെഡി ഹിറ്റ് ഡയലോഗാണ്. ബട്ട് സ്റ്റിൽ ഈ സിനിമയും കൂടി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ ഡയലോഗ് വീണ്ടും ആളുകൾക്കിടയിലേക്ക് ഇറങ്ങിയിരുന്നു. ഇനിയാണ് ഈ വർഷം ഇറങ്ങിയ ഏറ്റവും ഹിറ്റ് ഡയലോഗ് വരുന്നത്. അത് ഫഫ പറഞ്ഞ ഡയലോഗാണ്. ആവേശം സിനിമയിൽ എട മോനെ എന്ന് പറയുന്ന ഡയലോഗ്. ആ എട മോനെ എന്നുള്ളത് പല മോഡുലേഷനിൽ ഒരുപാട് ആളുകൾ ഉപയോഗിച്ച് അതിനൊരു രസമുണ്ട്. സംഭവം ചിലപ്പോൾ നമ്മളും വിളിച്ചിട്ടൊക്കെ ഉണ്ടാകും എടാ മോനെ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ എടാ മോനെ എന്ന് വിളിക്കുന്ന ആ വിളിയുടെ ഒരു പഞ്ചുണ്ടല്ലോ, അതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ സംസാര ഭാഷയിലേക്ക് കടന്നു കയറിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ അമ്പാനെ എന്ന് ചോദിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ വേണം എന്ന് പറയുന്ന ഡയലോഗ്, ആ അമ്പാൻ രംഗണ്ണൻ കോംബോ, ആ ഡയലോഗുകളൊക്കെ വളരെ ഹിറ്റായി ഒരുപാട് ആഘോഷിക്കപ്പെട്ട ഡയലോഗുകളാണ്. പിന്നെ അതിൽ ആ അമ്മ ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ, മോൻ ഹാപ്പി അല്ലേ എന്ന് പറയുന്ന ആ ഹാപ്പി അല്ലേ ചോദ്യങ്ങളും പല കോൺവെർസേഷൻസിനിടയിലും കേട്ടിട്ടുണ്ട്. മറ്റൊന്ന്, ഇത് സത്യത്തിൽ പോസിറ്റീവായി ഹിറ്റായ ഒരു ഡയലോഗാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ ജ്ഞാപകം പോലത്തെ പാട്ടുകളൊക്കെ ഇനി ആരാ ഉണ്ടാക്കുക എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. അത് വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ റിവ്യൂവിൻ്റെ താഴെയും ഒക്കെ വന്നിട്ടുള്ള കോമൺ ആയി ഒത്തിരി ഉപയോഗിച്ച് കേട്ടിട്ടുള്ള ഒരു ഡയലോഗാണ്. അതിനുശേഷം വന്ന ചില സിനിമകൾ ആവറേജ് ആണ് എന്ന് അഭിപ്രായപ്പെട്ട സമയത്ത് അതിൻ്റെയും താഴെ വന്നിട്ട് ജ്ഞാപകം എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ വാക്കിൻ്റെ അർത്ഥം പോലെ തന്നെ ഒരുപാട് പേർ ഇപ്പോഴും ജ്ഞാപകമായി കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷേ ആ സിനിമയിലെ പിന്നീട് ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ള പല അഭിനേതാക്കളുടെ പ്രൊമോഷൻസിന് വരെ ഉപയോഗിച്ച് കേട്ടിട്ടുള്ള ഒരു ഡയലോഗ്, ഒറ്റയ്ക്ക് വന്നവനാടാ, ഒറ്റയ്ക്ക് വന്നവനെ കളിയാക്കുന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് നിവിൻ പോളി ആ സിനിമയിൽ പറഞ്ഞിട്ടുള്ള ആ ഡയലോഗ് സീക്വൻസ്. അത് വളരെയധികം ഉപയോഗിക്കപ്പെട്ട ഒരു കാര്യമായിട്ട് മാറുന്നുണ്ട് സിനിമയ്ക്കകത്തും പുറത്തും ഒക്കെ. അഴകിയ ലൈല എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് പാട്ടുണ്ട്. അതിലെ ആ അഴകിയ ലൈല പിന്നെ ഒരു ട്രെൻഡായി വരുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമ റിലീസാവുന്ന സമയത്താണ്. തമിഴ്നാട്ടിൽ വരെ ആ ഒരു
പേര് ഹിറ്റായിരുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു എന്ന് നിഖില വിമൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്. പക്ഷെ അത് ഒരു സംസാര ഭാഷയ്ക്കകത്തേക്ക് കയറിയതുപോലെ എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ വേണമെങ്കിൽ ഇതിനൊരു ട്രോൾ സെൻസിൽ മാത്രം എടുത്താൽ മതി. ഇടിയൻ ചന്തുവിൽ ഒരു ഡയലോഗ് ഉണ്ട്, നിൻ്റെ വീട് എവിടെയാ? കൊച്ചിയിലോ നീ കഞ്ചാവ് വെക്കാറുണ്ടോടാ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതൊരു ഡയലോഗ് ഓഫ് ദി ഇയർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രഖ്യാപിക്കാവുന്നതാണ്. പിന്നീട് അങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ, അതായത് ഒരു ഗുരുവായൂർ അമ്പലനടയിൽ വരെ ഓക്കെ, അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് നമ്മുടെയൊക്കെ സംസാര ഭാഷയിലേക്ക് കടന്നു കയറിയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹിറ്റായിട്ടുള്ള ഡയലോഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഡയലോഗുകൾ ഉള്ള സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോലും അർത്ഥവത്തായിട്ടുള്ള ഡയലോഗുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്കൊരു കോമൺ സ്പേസിൽ ഉപയോഗിക്കാവുന്ന ആ രീതിയിൽ ഹിറ്റ് ഡയലോഗ് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. പിന്നെ ഒരു പെർട്ടിക്കുലർ സിനിമ ഇറങ്ങുന്ന സമയത്ത് ആ സിനിമയ്ക്കൊപ്പം ഇറങ്ങിയിരുന്ന മറ്റ് സിനിമകളിലെ അഭിനേതാക്കളൊക്കെ കൂടി ചേർന്ന് ഒരു പ്രൊമോഷണൽ പരിപാടി അവതരിപ്പിച്ചപ്പോൾ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഡയലോഗ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വന്നതല്ലാതെ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു ടേം കുറച്ച് ഫേമസ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സിനിമയിലെ ഒന്നും അങ്ങനെ ട്രെൻഡ് ആയിട്ടില്ല. അതുപോലെ ബോഗൻവില്ല എന്ന് പറയുന്ന സിനിമ റിലീസായി അതിൻ്റെ OTT വന്നതിന് ശേഷം അതിൽ സൃണ്ട പറഞ്ഞ ഡയലോഗ് സിനിമയെ ട്രോളാൻ വേണ്ടിയിട്ട് അടക്കം ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവനൊക്കെ ഇത്രയേ ഉള്ളൂ ചേച്ചി എന്ന് പറയുന്ന ഡയലോഗ്. കാരണം അതിന് തൊട്ട് മുമ്പ് ഈ പറയുന്ന വില്ലൻ്റെ കയ്യിൽ നിന്ന് നല്ല ഇടി കിട്ടി എയറിൽ നിന്നതിന് ശേഷം സ്വന്തം കെട്ടിയം വരെ തീർന്നിട്ട് ഒരു പ്രാവശ്യം അയാളെ തല്ലി താഴെ ഇടാൻ പറ്റുന്ന സമയത്ത് അവർ പറയുന്ന ഡയലോഗാണ് ഇവനൊക്കെ ഇത്രയേ ഉള്ളൂ ചേച്ചി എന്നുള്ളത്. അത് ട്രോൾ ചെയ്യപ്പെടാവുന്ന ഒരു ഡയലോഗ് തന്നെയാണ്. പിന്നെ സിനിമയിൽ ഒരുപാട് വട്ടം ആവർത്തിച്ച് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ടും പിന്നെ ആ വിളിയിലൊരു സുഖമുള്ളത് കൊണ്ട് ഈ കുട്ടികളുടെ ഇടയിലൊക്കെ ഹിറ്റാവാൻ സാധ്യതയുള്ള ഒരു വാക്കായിട്ട് വേണമെങ്കിൽ നമുക്ക് ബറോസ് ഉൾപ്പെടുത്താവുന്നതാണ്, ബറോസ് പപ്പ എന്ന് പറയുന്ന കാര്യം. പക്ഷേ ഈ അവസാനം പറഞ്ഞതൊക്കെ അതിൻ്റെ ഒരു ഹ്യൂമർ സെൻസിൽ മാത്രം എടുത്താൽ മതി. ഈ ഹിറ്റായി മാറിയ ഡയലോഗുകൾ ഒരു പക്ഷേ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയോടുകൂടി അവസാനിച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ അപ്ഡേറ്റഡ് ആവാത്തതിൻ്റെ കുഴപ്പമാണോ എന്ന് അറിയില്ലല്ലോ. ഈ വർഷം സിനിമകളിൽ കേട്ടിട്ടുള്ള ഡയലോഗുകളിൽ നിങ്ങളുടെ സംസാര ഭാഷയിൽ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലെ കോൺവെർസേഷൻ്റെ ഇടയിൽ ഇങ്ങനെ ഒളിഞ്ഞു കയറി വന്നിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി തീർന്നിട്ടുള്ള ഡയലോഗുകൾ ഏതൊക്കെയാണ് അതൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.